നമസ്കാരം ഗൈസ്. ഞാൻ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം വേണ്ടാത്ത വെള്ളങ്ങളെല്ലാം നമുക്ക് മുഖത്തുനിന്ന് തുറച്ച് കളയാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് മോയ്സ്ചറൈസർ ഇടണം. മോയ്സ്ചറൈസർ ഇടുന്നത് എങ്ങനെയാണെന്ന് അറിയാൽ ഇങ്ങനെ ഇടാം കേട്ടോ. ഇതിനുണ്ട് സുന്ദരിയായില്ലേ മോയ്സ്ചറൈസർ ഇട്ടപ്പോൾ. നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തിടാം? ഉള്ളേയും ഇല്ലാത്ത പോയ ഡാർക്ക് സർക്കിൾസ് ഇരിക്കട്ടും. അപ്പം നമുക്കതൊക്കെ എന്ത് ചെയ്യാം? കവർ ചെയ്യാം. നമ്മൾ ഇങ്ങനെ കണ്ണിൻ്റെ തേച്ച് കൊടുത്താൽ നമ്മൾ ഡാർക്ക് സർക്കിൾസൊക്കെ പോകും ഗൈസ്, പോകും. എൻ്റെ ചുണ്ടിൻ്റെ താഴെ അവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ടച്ചപ്പിൽ കൊടുക്കാം. പക്ഷെ നമുക്ക് എൻ്റെ കുറച്ച് വെളുക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? ഫൗണ്ടേഷൻ കുറച്ചൊക്കെ മതി. നമ്മൾ ലാഭിക്കണം. എന്തിനല്ലേ അപ്പുറത്തെ പാവന്നേക്ക് മതിയെന്നേ. കൊള്ളാം. എനിക്ക് റബ്ബ് ചെയ്ത് വെക്കാം. ഫൈനലി കുഴപ്പമില്ല. ഇങ്ങനെയായി ഗായ്സ്. അവസാനം നമുക്കിനി എന്തോ ചെയ്യണം? കണ്ണൊക്കെ ഒന്ന് ചുവന്നിരിക്കണ്ടേ? നമുക്ക് കുറച്ച് ചുവന്ന സാധനം തേച്ചു കൊടുക്കാം. എന്തായിച്ചാണോ അതൊക്കെ പറയും. അത് നമുക്ക് തേച്ചു കൊടുക്കാം. പിന്നെ സുന്ദരിയായില്ലേ കട്ട് മാത്രം. കാരണം എനിക്ക് കണ്ണ് ചുവന്നിരുന്നില്ലെങ്കിൽ ഒരു സുഖമില്ല ഗൈസ്. ഇപ്പൊ നമുക്ക് ചുവപ്പിച്ചോട് നടക്കണം കണ്ണൊക്കെ. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നല്ല ചുവപ്പുണ്ട്, കറുപ്പാണ് കാരണം. അതിന് കുറച്ച് ഐലൈനർ വരച്ചിട്ട് കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. എനിക്ക് ഫോമൊക്കെ വരയ്ക്കാൻ അറിയില്ല. പക്ഷെ കണ്ണാടിയൊക്കെ വരയ്ക്കാൻ ഇപ്പോൾ പറ്റണില്ല. എന്താണെന്ന് അറിയില്ല. എല്ലാ കൈയൊക്കെ കുറച്ചാണിരിക്കുന്നത്. ഫോണിൽ നോക്കി വരയ്ക്കാൻ വിചാരിച്ചപ്പോൾ ഐലൈനർ കുളവായി ഗൈസ്. കണ്ടില്ലേ? കണ്ണിനെ കാട്ടിയുണ്ട് ഐലൈനർ വരച്ചത്. എന്തായാലും ഫൈനലി 2 കണ്ണ് ഞാൻ വരച്ച സിറ്റക്കി. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ പറയൂ. എന്താ എനിക്ക് പറഞ്ഞുകൂടാ. അവസരം എന്തിനോ കൈ കിട്ടി. നമുക്കൊന്നും പിരികൊന്ന് കറുപ്പിക്കാം. എങ്ങനെ? കൊള്ളാമല്ലോ. ഞാൻ ചുമ്മാ ഇട്ട് തടങ്ങുന്നേ ഉള്ളൂ. ഞാനങ്ങനെ ഓവറായിട്ട് പീക്കൊന്നും വരയ്ക്കില്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? എന്തില്ലെങ്കിലും ആഹാരമില്ലെങ്കിൽ ഞാൻ ജീവിക്കും ഞാൻ. പക്ഷെ ലിപ്സ്റ്റിക് ഇല്ല. ആരെയും കൊണ്ടും പറ്റില്ല. എന്നെ കൊണ്ട് പറ്റില്ല. ലിപ്സ്റ്റിക്കൊക്കെ വാരി തേക്കിയോ ഗൈസ്. ചുട്ടൊക്കെ ഉണ്ടായിട്ട് ഇരിക്കട്ടെ. അതേ ചമ്മ എന്തിനെല്ലാം കമ്മൽ ജുബ് ഇങ്ങനെ ഉണ്ട്. ജുമ്പി കൊള്ളാമെന്ന് തോന്നുന്നു. തമ്മലിടുമ്പോൾ ഒരു ഐശ്വര്യ. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? മുടിയൊക്കെ അഴിച്ച് പറക്കാം. മുടിയൊന്നും കെട്ടിയിലേക്ക് പിന്നെ എന്താ അല്ലേ? അപ്പോഴാണ് ഓർത്തത് മസ്കാര ഇടാൻ മറന്നുപോയി. അതങ്ങ് മറന്നിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. അതായിരുന്നു ഞാനിപ്പോൾ ആലോചിക്കണം. അതങ്ങ് മറന്നാൽ മതിയായിരുന്നു. കാരണം എപ്പോഴും കുളമാക്കി. നീറ്റലാവോ? പിന്നെ തുടിയും മണിയൊക്കെ ഇട്ട് അത് തുടയ്ക്കാൻ തന്നെ വേണം സമയം. എങ്ങനെയൊക്കെയോ അത് തുടച്ചു മാറ്റി അടുത്ത കണ്ണും കൂടെ അങ്ങോട്ട് വരച്ചു ഗൈസ്. പെട്ടെന്ന് ചെറുപടി വരച്ചു ഗൈസ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു?